പ്രിയപ്പെട്ട മക്കളോടാണ്, വണ്ടി ഓടിക്കുന്ന 18 വയസ്സിന് മുകളിലേക്കുള്ള ചെറുപ്പക്കാരെ കുട്ടികളോടാണ്. നിങ്ങൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അത് എന്നേക്കുമായി കൈവിട്ട് പോകാതിരിക്കണമെങ്കിൽ കൂടെ കയറ്റുന്ന ആരാന്നുള്ളതിനെപ്പറ്റി നല്ല ബോധം ഉണ്ടാവണം. വണ്ടിയുടെ പുറകിലിരിക്കുന്നവനോ സൈഡിലിരിക്കുന്നവനോ ആരാകണം എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ വേണം, അല്ലെങ്കിൽ ആ വണ്ടി അങ്ങ് പോയി കിട്ടും. അത്ര സ്ട്രിക്റ്റാണ് റൂൾസ്. വളരെ ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ട കുട്ടികളെ, ചെറുപ്പക്കാരെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഗൗരവത്തോടു കൂടിയിട്ട് ഉൾക്കൊള്ളണം. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം സാരമായി ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കണം. ഈ കാണുന്നത് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനം വീട്ടിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മാത്രം പ്രിസ്ക്രിപ്ഷനിൽ പുറത്ത് കിട്ടുന്ന ആൻറ്റി ഡിപ്രസൻറ്റ് സൈക്യാട്രിക് മരുന്നുകളാണ്. മെഡിക്കൽ സ്റ്റോർ വാങ്ങിക്കാൻ കിട്ടും. നൈട്രോസിപ്പാം, ഡയസിപ്പാം, ക്ലോറോസിപ്പാം, ലോറോസിപ്പാം, ഈ പേരുകളൊക്കെ അറിയപ്പെടുന്ന ഈ മരുന്നുകൾ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, പ്രത്യേകിച്ചും സൈക്യാട്രിസ്റ്റിൻ്റെ റിക്വസ്റ്റ് ഇല്ലാതെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ലഹരി ഉണ്ടാക്കാറുണ്ട്, റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടേ. മനസ്സിലാകുന്നുണ്ടല്ലോ? അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ കളറും പിന്നെ ബോക്സിൻ്റെ കളറും ആ ടാബ്ലറ്റിൻ്റെ കളറും ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് എന്നെനിക്കിങ്ങ് തോന്നിപ്പോവാണ്. മനസ്സിലാണ്ടല്ലോ? ഈ കളേഴ്സൊക്കെ ഒന്ന് നോക്കി വെക്കൽ നല്ലതാണ്. ഇതിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ റെമഡൻസ്, അവശേഷിപ്പുകളൊക്കെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പഠനം നടത്തൽ ആവശ്യമാണ്. അതിന് പുറകെ ഒന്ന് പോകാൻ ആവശ്യമാണ്. പിന്നെ പോയി കഴിഞ്ഞാൽ എന്താകണം, എങ്ങനെയാകണം, അതെങ്ങനെ വേണം, അത് വേറെ ചർച്ച. അല്ലാതെ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നവും ബഹളും, 1-ാം ലോകം 2-ാം ലോകം മഹായുദ്ധമൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ ചർച്ച. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ എൻ്റെ വിഷയാവതരണം കഴിയും, നിങ്ങൾക്ക് അവസരം തരും. ഇത് ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഞാൻ പലപ്പോഴും പല സദസ്സിലും പറയാറുള്ള പോലെ എന്നെ കാണാൻ കൺസൾട്ട് ചെയ്യാൻ വന്നാൽ നിങ്ങൾ ഫീസ് തരേണ്ടി വരും. ഇത് ഫ്രീ ആണ്. അതുകൊണ്ട് മാക്സിമം ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് വേണമെന്ന് തോന്നൽ വേണ്ട. അല്ലാതെ അതായത് നിങ്ങൾക്കാണെന്ന് ധാരണ വേണ്ട, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചോദിച്ചോളൂ. ഈ ചോദ്യം ഒരു നിങ്ങളെ സംബന്ധിച്ചാകില്ല, നിങ്ങൾക്ക് വേണ്ടിയും ആകണമെന്നില്ല. എന്നിട്ട് നിങ്ങളുടെ ആ ചോദ്യം വേറെ 10 പേർക്ക് ഉപകാരപ്പെടും എന്നുണ്ടോ ചോദിക്കാം. നമുക്ക് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാനാവുക? തീർച്ചയായിട്ടും ഈ സമയം ഇത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അരമണിക്കൂർ വരെയും സമയം നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി എടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഈ കാണപ്പെടുന്ന ഐറ്റംസ് ശ്രദ്ധിക്കുക, ഇങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില സാധനങ്ങളാണ് ഇത്. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ചെടിയൊക്കെ പിള്ളേർ വളർത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനത്തിൽ കൊടുത്തുവിട്ട സാധനമാണ് അല്ലേ? ലോക പരിസ്ഥിതി ദിനത്തിൽ വളർത്താൻ കൊടുത്തുവിട്ട സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ വളം കൊടുത്ത് ഈ സാധനമൊക്കെ വളർത്താനുണ്ടെങ്കിൽ വീടിൻ്റെ ഉടമയും പോകും, കുട്ടിയും പോകും, 2 പേരും അകത്താവും. കഞ്ചാവ് ചെടിയാണൊക്കെ കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ പരിസരത്ത് ഇത്തരത്തെ സാധനമൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ മറ്റ് ഫോമുകളാണ് പച്ച കളറിലും കറുത്ത കളറിലും, അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന അതിൻ്റെ ഇടയിലുള്ള രൂപവും ഒക്കെ, ഇതൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സാധനങ്ങൾ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഹാഷീഷ് എന്നറിയപ്പെടുന്ന സാധനമാണ്. അതൊക്കെ ഒരു ബ്ലാക്ക് കളറിലെ കവറിങ്ങും പൊളിച്ചാൽ ഉള്ളിലൊരു ബേസ് ബോർഡിൻ്റെ കളർ പോലെ തോന്നുന്നതുമായിട്ടുള്ള ഐറ്റം. ഇതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പീസ് വീട്ടിൽ കണ്ടാൽ പേടിക്കേണ്ട, ടെൻഷൻ ആവേണ്ട, സംഭ്രമിക്കേണ്ട. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ ഉണ്ടോ ഇല്ലെന്ന് ആദ്യം പഠിക്കണം. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കൽ വളരെ നല്ലതാണ്. ഈ കാണുന്ന പൊടികളുണ്ടല്ലോ, ഈ കാണുന്ന പൊടികൾ, ഈ കളറിലുള്ള പൊടികൾ, തരികൾ നമ്മുടെ കുട്ടിയുടെ റൂമിൽ അത് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ. അടുക്കളയാണെങ്കിൽ പിന്നെ മൈദപ്പൊടിയാണ്, പഞ്ചസാര പൊടിയാണെന്നൊക്കെ വിചാരിക്കാം. കുട്ടിയുടെ റൂമിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് അങ്ങനെ? അതൊക്കെ ഒന്ന് പഠിക്കൽ വളരെ നല്ലതാണ്. ക്രിസ്റ്റൽ പരുവത്തിലുള്ള സാധനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ക്രിസ്റ്റൽ പരുവത്തിലുള്ള സാധനങ്ങൾ. അതോടൊപ്പം തന്നെ ആ ബോട്ടിൽ കണ്ടല്ലോ, ബോട്ടിലിൻ്റെ മുകളിലുള്ള ചുമന്ന അടപ്പ്, അതിന് ചുറ്റുഭാഗത്തുള്ള അലൂമിനിയം ഫോയിൽ, അത് ലോക്ക് ചെയ്യുന്ന ഫോയിൽ, അതിൻ്റെ കഷ്ണങ്ങൾ, ആ അടപ്പിൻ്റെ കഷ്ണം, ചിലപ്പോൾ കുപ്പി കാണണമെന്നില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും പീസസ്, ഇതൊക്കെ കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്, കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡാണ്. പൈനാപ്പിൾ, സ്ട്രോബെറി, ചോക്ലേറ്റ്, ഈ ടേസ്റ്റുകളൊക്കെ കിട്ടും. വെറുതെ നാവിൽ വെച്ച് കൊടുത്താൽ മതി. ആ ടേസ്റ്റിൽ ഈ ലഹരി ഇങ്ങനെ വലിയും. നാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാധാരണ തൊലി പോലെയല്ല. ഈ അവയവങ്ങളിൽ വളരെ നേർത്ത സ്ഥലങ്ങളാണ് വായ്ക്കുള്ളിലുള്ള ബക്കൽ ക്യാവിറ്റി, നാവ് എന്നൊക്കെ പറയുന്നത്. അവിടെ ബ്ലഡ് വെസൽസ് വളരെ പെരിഫറലാണ്, പുറത്താണ്. ബ്ലഡ് വെസൽസ് ആ സ്കിന്നിൻ്റെ ചേർന്നാണ്. അതുകൊണ്ട് അവിടെ ടച്ച് ചെയ്താൽ വളരെ പെട്ടെന്ന് ബ്ലഡിലോട്ട് ഇത് വലിച്ചെടുക്കപ്പെടും. അങ്ങനെ ഒരു ആസ്വാദനം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ് നാവിൽ വെക്കുന്ന സ്റ്റിക്കേഴ്സ്. അത് പല ഫോമിൽ, സ്ട്രോബെറി, ചോക്ലേറ്റ്. ചിലപ്പോൾ കുട്ടികൾക്ക് അറിയില്ല അത്. 9 വയസ്സും 8 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളെ ഇത് ഒരു മിഠായിയാണെന്ന ധാരണയിലാണ് ഒരു പക്ഷേ ഇതൊക്കെ കൊടുത്ത് അവർ വശീകരിക്കുന്നത്. തൊടുപുഴയിൽ കഴിഞ്ഞ 1 മാസത്തിന് മുന്നുണ്ടായിരുന്ന പ്രോഗ്രാമിൽ
അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ രംഗം ഞാൻ ഓർത്തു പോവാണ്. ഒരു കുട്ടിയെ ഇതുപോലെ പിടിച്ചത് ഫുട്ബോൾ കളിക്കുമ്പോൾ നല്ല എനർജിയിൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും, നല്ല ഒരിക്കലും ക്ഷീണിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് അത്ര പുറത്തുനിന്നൊരു ടീം ഒരു കുട്ടിയെ ഇതുപോലെ കൊണ്ടുപോയത്, ലഹരി കൊടുത്തത്. പിറ്റേ ദിവസമായപ്പോൾ ആ സമയമായപ്പോൾ കുട്ടിക്ക് വീണ്ടും അത് കിട്ടണമെന്ന് ആഗ്രഹമായി. ആ ചിന്ത ഇങ്ങനെ വന്നപ്പോഴാണ് പാരൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും പോലീസിൽ അറിയിക്കുകയും ആ വിഷയത്തിൽ കുട്ടിക്ക് കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും ചെയ്തപ്പോൾ കുട്ടി പറയുന്നത് ഇങ്ങനെ ഒരു സാധനം തന്നിരുന്നു, ഒരു മിഠായി ആയിരുന്നു, അത് കഴിച്ചാൽ നന്നായിട്ട് ഗോൾ അടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട്, 8th സ്റ്റാൻഡേർഡിലെ കുട്ടിയോട് തൊടുപുഴയിൽ വെച്ചിട്ടുണ്ടായ സംഭവം പറയുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയണം, അവർ പറയണം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, എന്താ സംഭവിക്കുന്നത് പോലും അറിയില്ല. ചിലർ മനഃപൂർവ്വത്തിന് വേണ്ടി ഓടി നടക്കുന്നവരാണ്. അറിയില്ലാത്തവരെ വശംവദനാക്കാൻ വേണ്ടി പോലും വളരെ കൃത്യമായ കുൽസിത ഭീമത്സ ശ്രമങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. യുവ സമൂഹം ഇല്ലാതാവുക, രാജ്യത്തിൻ്റെ അഖണ്ഡത നശിപ്പിക്കുക, രാജ്യത്ത് ബുദ്ധിയുള്ള ചിന്തയുള്ള കുട്ടികൾ ഇല്ലാതിരിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നങ്ങ് തോന്നിപ്പോവാണ്. അതോ വെറും ആസ്വാദനം മാത്രമാണോ? ശരിക്കും പഠിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും പഞ്ചസാര തരി, കൽക്കണ്ടം പോലെയുള്ള സാധനങ്ങളുടെ തരികൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടണം. മോൾഡ് ഉള്ള ടൈപ്പിലുള്ള ടാബ്ലറ്റ്സ്, മോൾഡ് കണ്ടോ, അതിലെന്തെങ്കിലും മോൾഡ് ഉണ്ടാവും, ഒരു ഷേപ്പ് ഉണ്ടാവും അതിൽ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട സാധനങ്ങളാണെന്ന് പ്രത്യേകം നിങ്ങളെ സംബന്ധിച്ച് ഉണർത്തുകയാണ്. നമ്മുടെ മക്കൾ വേർ ഡു ദേ ഗോ, അവരെവിടെ പോകുന്നു, വാട്ട് ഡു ദേ ഡു, അവരെന്ത് ചെയ്യുന്നു. പ്രൈവസി മാക്സിമം ആഗ്രഹിക്കുന്ന സമയമാണ് കുട്ടികൾ. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രൈവസി കൂടുതൽ ആഗ്രഹിക്കും, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും ഒന്ന് പഠിക്കണം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതോടൊപ്പം അവരുടെ കൂട്ടുകാരൊക്കെയാണ്. 3 കാര്യത്തിന് കൃത്യമായ ഉത്തരം നിങ്ങൾക്കുണ്ടെങ്കിൽ സമാധാനിക്കാം. വേർ ഡു ദേ ഗോ, അവരെവിടെ പോകുന്നു, വാട്ട് ഡു ദേ ഡു, അവരെന്ത് ചെയ്യുന്നു, ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് സാധിച്ചാൽ ഒരു 80+% നിങ്ങൾ വിഷയങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന സമയത്ത് എത്തിയിട്ടുണ്ടാവും. 2-1 തിരിയാനുള്ളൊരു തീരുമാനം എടുക്കാൻ ഈ 3 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ പറ്റും. ഒന്നുകിൽ സമാധാനിക്കാം, അല്ലെങ്കിൽ അലർട്ടാകാം. കുറച്ചുകൂടി ഗൗരവമായിട്ട് ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്താനൊരു തീരുമാനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഇതോടൊപ്പം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട മറ്റൊന്നാണ് സോഷ്യൽ മീഡിയയും അതോടൊപ്പം മൊബൈൽ ഫോണും ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. ഈ 2022 ഇന്നത്തെ തീയതി 27 അല്ലേ, നവംബർ 27-ാം തീയതി ഈ സമയത്ത് ഞാൻ പറയുക, നിങ്ങൾ എഴുതി വെച്ചോ. 5 വർഷം മുതൽ 10 വർഷത്തിനിടയിൽ, ഇനി അങ്ങോട്ട് 5-ാമത്തെ വർഷം മുതൽ 10-ാമത്തെ വർഷം വരെയുമുള്ള ഗ്യാപ്പിൽ ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്ത് പട്ടാളത്തിലേക്ക് എടുക്കാനോ കൊച്ചു കേരളത്തിലേക്ക് പോലീസിലേക്ക് എടുക്കാനോ പറ്റിയ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരു കുട്ടിയും കിട്ടാൻ പോണില്ല. എഴുതി വെച്ചോ. ഈ വാട്സാപ്പ് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നാൽ തല ഫേസ്ബുക്ക് പോലെ ആകുമെന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടെങ്കിൽ. വാട്സാപ്പിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ തല ഫേസ്ബുക്ക് പോലെ ആയി പോകുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു, കഴുത്തിന് വളവാണ്, ടെക്സ്റ്റ് നെക്ക്. അതായത് ഇപ്പോൾ ഈ 2 വർഷത്തെ കോവിഡ് കാലഘട്ടം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? അത് ഇവരുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ ബാധിച്ചു. എങ്ങനെയാണ് ഒരു കുട്ടി മൊബൈൽ കാണേണ്ടി വന്നാൽ പോലും ഇരിക്കേണ്ടത് എന്ന് പോലും നമ്മൾ പഠിച്ചിട്ടില്ല. നടുവിൻ്റെ ഭാഗം കൃത്യമായി കസേരയോട് ചേർത്തിട്ടുണ്ടാവണം. നമ്മുടെ കുട്ടി ഇരിക്കുമ്പോൾ കസേരയുടെ പിൻവശം സ്ട്രൈറ്റ് ആണെങ്കിൽ കുട്ടിയും കസേരയും തമ്മിലൊരു 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നടുവളയും, എന്നിട്ടത് കഴുത്തിനെ ബാധിക്കും. പിന്നെ ഷോൾഡറുകൾക്ക് പെയിൻ വരും. 8 വയസ്സുകാരനായ പയ്യൻ 15 വയസ്സുള്ള SLC എഴുതുന്ന സമയത്തുമ്പോഴേക്കും പഠിക്കാൻ പറ്റുന്നില്ല. 10 മിനിറ്റ് ഇരിക്കുമ്പോൾ കഴുത്തിന് ഭയങ്കര വേദന, ഷോൾഡറിന് ഭയങ്കര പെയിൻ, ഇരിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കുറയുന്നു. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചരിഞ്ഞ് കിടന്നിട്ട് മൊബൈൽ ഇങ്ങനെ കാണുകയാണ്. ഈ ബ്ലൂ റേസ്, ഈ നീലപ്രകാശം ഇങ്ങനെ കണ്ണിലടിക്കുമ്പോൾ ബ്രെയിനിന് ഒരു സർക്കാഡിയൻ റിഥം എന്നറിയപ്പെടുന്ന റിഥമുണ്ട്. അതായത് നേരം വെളുക്കുമ്പോൾ നേരം വെളുത്തു, എഴുന്നേക്കേണ്ട സമയമായി, ഉച്ചയായപ്പോൾ വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം, രാത്രിയാകുമ്പോൾ ഉറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു റിഥമുണ്ട്, ഒരു താളാത്മകമായ സംവിധാനമുണ്ട്. ഈ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. രാത്രി 12 മണിക്കും ഈ ലൈറ്റ് ഇങ്ങനെ കാണുകയാണ്. കണ്ണിലൂടെ കടന്നു പോയിട്ട് ബ്രെയിനിലെത്തുമ്പോൾ നേരം വെളുത്ത പ്രതീതിയാണ് ബ്രെയിനിന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? രാത്രി എങ്ങനെ കിടന്നാലും ഉറക്കം വരില്ല. പിന്നെ ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഉറക്കം വരും, എന്നിട്ട് 11 മണിക്ക് എഴുന്നേക്കും. സർക്കാഡിയൻ റിഥം മാറുകയാണ് കുട്ടികളുടെ. രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. കാരണം എന്താ? ബ്രെയിൻ ആ സമയത്ത് പകലായിട്ട് കാണുക. രാവിലെ ഒരു 11 മണി സമയത്ത്
രാവിലെ ഒരു 11 മണി സമയത്ത് കൂർക്കം വലിച്ച് കിടന്ന് നോക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ആൾക്കാരാവും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആളുകൾ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലാതെ ഒരാൾക്കും അങ്ങനെ ഉറങ്ങാനാവില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികൾക്ക് മാനസികമായ പ്രശ്നങ്ങളിലേക്ക് ഇതെത്തുന്നുണ്ട്. മൊബൈലിൻ്റെ ദുരുപയോഗം, അനാവശ്യമായ അമിതമായ ഉപയോഗം. അതോടൊപ്പം അത് ഉപയോഗിക്കുമ്പോൾ, കേട്ടോളൂ, അതെനിക്കിവിടെ പൊസിഷൻ ചെയ്ത് കാണിച്ചു തരാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണിച്ചു തന്നേനെ. സ്ലൈഡിൽ കാണിക്കാം. ഒരു കുട്ടിയോടെ കസേരയിട്ട് ഇരുത്തിയാൽ മതി, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു കസേര എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കുട്ടീനോട് ഇരുത്തുക, ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇരിക്കുന്ന പൊസിഷൻ മാറിയാൽ പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇപ്പോഴത്തെ ആളുകൾക്ക് ചിലപ്പോൾ നടുവേദനയും കഴുത്തുവേദനയൊക്കെ വരാൻ തുടങ്ങിയത് ഒരു 55-60 വയസ്സുള്ളപ്പോഴാണ്. ഒരു 25 വയസ്സുള്ള സമയത്ത് കുട്ടികൾക്ക് കഴുത്തുവേദനയും നടുവേദനയും ഷോൾഡർ പെയിനും സ്പോണ്ടൈലോസിസ് അല്ലേ, സ്പോണ്ടൈലൈറ്റിസ്, അതോടൊപ്പം തന്നെ ഷോൾഡറിൽ ഉണ്ടാകുന്ന തേയ്മാനം, ഇതൊക്കെ വരാൻ പോവാണ്. ഇനി വരാൻ പോവാണ്. 5 മുതൽ 10 വർഷത്തിനിടയിൽ ഇനി ശാരീരികമായ ഫിറ്റ്നസ്സുള്ള കുട്ടീനെ കിട്ടാനുണ്ടാവില്ല. അറിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അതൊരു തീവ്രതയിൽ എത്തിക്കഴിയുമ്പോഴേക്കും നടക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സൈഡ് വലിവുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ പോയി ഒരു എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും പിക്ചർ മാറി കാണുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഫിറ്റ്നസ് ഉണ്ടാവില്ല, പോലീസിലും കിട്ടൂല, പട്ടാളത്തിലും കിട്ടൂല. ആ തലമുറ ഇല്ലാതായി പോവാണ്. അപ്പോൾ എന്തും പറ്റും എങ്ങനെയെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം.